ആ കവിത രണ്ട് വാക്ക് പറഞ്ഞ് എല്ലാരും ഒന്ന് വെൽക്കം ചെയ്ത്. സർ, ഗുഡ് ഈവനിങ് എവരി വൺ. ഞാൻ കവിത ഫ്രാൻസിസ്, ഡൽഹിയിൽ നിന്നാണ് ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ജോയിൻ ആയിരിക്കുന്നത്. വളരെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന സാറിന്റെ എല്ലാ ക്ലാസ്സും അങ്ങനെയാണ് കേട്ടോ. ഒരുപാട് ആഴമുള്ള അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി പെട്ടെന്ന് 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയത്തെ ക്ലാസ് കൊണ്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ് സാറിന്റെ എല്ലാ ഫ്രീ വെബിനാറും ക്ലാസ്സുകളും. അപ്പൊ ഞാനിപ്പോ ഒരു 3 വർഷമാകുന്നു സാറിന് തുടർച്ചയായിട്ട് സാറിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഈ 3 വർഷത്തെ ഒരനുഭവം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുക്കി ഞാനിങ്ങനെ പറയാം. എന്നെ മാറ്റിയ 3 അക്ഷരങ്ങൾ, അതാണ് NLP എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഏറ്റവും ചുരുക്കി ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, അധികം ആരോട് സംസാരിക്കാത്ത, അല്ലെങ്കിൽ ഒരു കാര്യത്തിനകത്തും അങ്ങനെ ഇടപഴകാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഇന്ന് പല സ്ഥലങ്ങളിലും മീറ്റിങ്ങിനും അതിനും ഇതിനൊക്കെ പോകുമ്പോൾ പലരും എന്നോട് പറയുന്നു, വളരെ നന്നായിട്ട് കവിത സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് തോന്നുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നില് ഞാൻ ഈ പറഞ്ഞതുപോലെ എന്നെ മാറ്റി ഈ 3 അക്ഷരങ്ങളാണുള്ളത്, NLP. ഈ പറഞ്ഞതുപോലെ ഇതുപോലൊരു സദസ്സിൽ നിന്നല്ല, ഇതുപോലൊരു വ്യക്തിയുടെ മുൻപിൽ നിന്ന് പോലും സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഇല്ലാതിരുന്ന ഒരു കവിത ഉണ്ടായിരുന്നു 2-3 വർഷം മുൻപ്. അതിൽ നിന്നൊക്കെ മാറി ഇന്നിപ്പോ പ്രിപ്പയർഡ് ഒന്നും അല്ലെങ്കിലും എത്ര പേരുടെ മുൻപിലും യാതൊരു മടിയും ഇല്ലാതെ കണ്ട് എണീറ്റ് നിൽക്കാൻ അല്ലെങ്കിൽ അവിടെ നിന്ന് സംസാരിക്കാൻ എന്നെ പ്രാപ്തയാക്കിയത് ഈ ക്ലാസ്സുകളാണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഇങ്ങനെ ഉള്ള ചെറിയ ചെറിയ ഗ്യാതറിങ്ങിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് സാറ് തരുന്ന അവസരങ്ങൾ, അതിൽ നിന്നൊക്കെയാണ് ഞാൻ മാറിയതും ഞാൻ ഇന്നത്തെ ഈ കവിതയായിട്ട് വന്നതും. അപ്പോൾ അതിൻ്റെ എല്ലാ എന്താ പറയുന്നത്, എല്ലാ നന്മകളും എല്ലാം എനിക്ക് ആശംസിക്കാനുള്ളത് തോമസ് സാറിനാണ്. സാറിന്റെ ഈ ക്ലാസ്സുകളും ഇതൊന്നും അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലൊന്നും ഇങ്ങനെയൊന്നും ഇരിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും എന്നെ മാറ്റിയ ഈ ക്ലാസ്, അതിന്റെ ആ ക്ലാസ് ഇങ്ങനെ പറഞ്ഞു തരുന്ന സാറ് പറഞ്ഞു തരുന്ന ഓരോ കാര്യങ്ങളും അതെല്ലാം ഉൾക്കൊണ്ട് അതെല്ലാം അപ്ലൈ ചെയ്ത് ഒക്കെയാണ് ഞാൻ ഇങ്ങനെ മാറിയത്. ഒരു ചെറിയ ഒരു ഉദാഹരണം പറഞ്ഞെന്നാല്, ഈ 2 ദിവസം മുമ്പ് നടന്ന ഒരു സംഭവമാണ്. എനിക്ക് ഉള്ളൊരു കുഴപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്റെ ശബ്ദം അങ്ങ് ഉയരും. ഒരു ഒരു സോഫ്റ്റ് ആയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇത്തിരി കയർത്ത് സംസാരിക്കുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. അപ്പൊ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം എങ്ങനെയാ ഒന്ന് മാറ്റിയെടുക്കുക എന്ന്. പക്ഷേ 2 ദിവസം മുൻപ് എനിക്കൊരു വ്യക്തിയോട് സംസാരിക്കേണ്ടി വന്നു. അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് സംസാരിക്കേണ്ടിയിരുന്നത്. പക്ഷേ വളരെ സംയമനത്തോടുകൂടി സംസാരിച്ച് തീർക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിനകത്തുനിന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യം. അത് സംസാരിച്ചെല്ലാം കഴിഞ്ഞ്, ഫോണിൽ കൂടെയാണ് സംസാരിക്കുന്നത്, സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയത്. സാധാരണ ആ വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെ തന്നെ അന്ന് ആ വ്യക്തിയോട് ഫോണിൽ കൂടെ സംസാരിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമായിരുന്നു. എങ്കിൽ പോലും എന്റെ സംയമനം കൈവിട്ടു പോകാതെ കണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ശാന്തയായിട്ട് സംസാരിച്ച് തീർക്കാൻ എനിക്ക് സാധിച്ചു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഈ ക്ലാസ് തന്നെയാണ്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്കത് സാധിക്കുമായിരുന്ന കാര്യമല്ലായിരുന്നു. കയർത്ത് സംസാരിക്കുന്നതാണ് എന്താ പറയുന്നത്, ഒരു നല്ലതെന്നോ എന്താ എനിക്കറിയില്ല എന്തായിരുന്നത്. എന്തായാലും അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നൊരു മാറ്റം, അതെനിക്ക് ഒരുപാട് സന്തോഷം തന്നൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് മാറ്റങ്ങളാണ് എന്നിലേക്ക് ഈ 2-3 വർഷം കൊണ്ട് വന്നിരിക്കുന്നത്. അതൊക്കെ സാറിന് അറിയാം. വിശദമായിട്ട് ഒന്നും പറയാൻ പറ്റുന്ന ഒരവസ്ഥ അല്ല, അതിനുള്ള സമയവും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഒപ്പം ഈ ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അത് വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അത് ശരിക്കും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അതിൽ നിന്ന് ഗുണം കിട്ടുന്ന ഈ ഇരിക്കുന്ന വ്യക്തികൾ ഈ പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും എക്സാജറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അവരെല്ലാം അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം സാധാരണ ഇങ്ങനെ എന്താ പറയണത്, ക്ലാസ്സിന്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് വെറുതെ അങ്ങനെയൊന്നും നിങ്ങൾ ആരും ചിന്തിക്കരുത്. ഇതൊക്കെ എല്ലാവരും അവരവരുടെ അനുഭവത്തിൽ നിന്ന് മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെ. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ഇത്രയും പ്രയോജനപ്രദമായ ഒരു ക്ലാസ് ഹോസ്റ്റ് ചെയ്ത തോമസ് സാറിന് ആദ്യം ഒരു നന്ദിയും ഒപ്പം സാറിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്.
അപ്പോൾ നിങ്ങളെ എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് പരമാവധി പ്രയോജനപ്പെടുത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു കവിത വെരി മച്ച്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് അവസാനം നമ്മൾ ഇട്ടത് വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക്കാക്കി മാറ്റി. സമാധാനം എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഗതിയാണ്. ഈ സാധനം എന്തോ ഇല്ല, പലരും പറയാറില്ലേ, ഇതിൻ്റെ ഒരു കുറവ് കൊണ്ടാണ് എൻ്റെ പ്രശ്നം, സമാധാനമില്ല. ഓരോരോ കാര്യം ഓർക്കുമ്പോൾ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ, ഭർത്താവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ, വീട്ടിലെ കാര്യം ഓർക്കുമ്പോൾ, എല്ലാ ദിവസവും പത്രം കാണുമ്പം എന്താ പറയുന്നത്, അവസാനം പറയുന്നതാണ് മനസ്സിനൊരു സമാധാനമില്ല. അപ്പൊ അത് വലിയ പാടാണ് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. വഴി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സാരമില്ല, നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ ഭാഷ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ മനസ്സിന്റെ ഭാഷ അറിഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കും, മനസ്സെന്താണ്, ഭാഷ എന്താണ്, അതറിയാന്ന് പറഞ്ഞ എന്താണ്, അറിഞ്ഞ് ജീവിക്കുക എന്ന് പറഞ്ഞ, അപ്പൊ ജീവിക്കുക എന്ന് പറഞ്ഞ എന്താണ്, എല്ലാം കൺഫ്യൂഷൻ. ആക്ച്വലി ഇതൊരു ചെറിയൊരു സെന്റൻസ് ആണ്. ഭാഷ അറിഞ്ഞ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ വഴി അറിഞ്ഞ് യാത്ര ചെയ്യുക എന്ന് പറയുന്ന പോലെയാണ്. ജീവിക്കുക എന്ന് പറയുന്നത് ഒരു യാത്രയാണ്, അല്ലേ? ലൈഫ് ഈസ് എ ജേർണി എന്നല്ലേ പലരും പറയുന്നത്. അത് ഓരോ വിശ്വാസങ്ങളനുസരിച്ച് പല കൊട്ടേഷൻസ് ഒക്കെ അതിനെപ്പറ്റി പറയാറുണ്ട്. ഏതായാലും ഇറ്റ് ഈസ് എ ജേർണി. നമ്മൾ ജനിക്കുന്നപ്പോൾ മുതൽ മരിക്കുന്ന വരെ ഉള്ളൊരു യാത്രയാണ്. അതിനാണ് ജീവിക്കുക എന്ന് പറയുന്നത്. തുടർന്ന് അങ്ങോട്ട് ഓരോ പല അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നതിനാണ് യാത്ര എന്ന് പറയുന്നത്. അപ്പൊ അതിന് ഒരു ഭാഷയുണ്ടല്ലോ, അതാണിപ്പം കവിത പറഞ്ഞത്. ഭാഷ പഠിച്ചു, എങ്ങനെ സംസാരിക്കണമെന്ന് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സന്തോഷമായി. അപ്പൊ ഭാഷയിലാണ് കാര്യങ്ങളെല്ലാം കിടക്കുന്നത്. അപ്പൊ മനസ്സിനൊരു ഭാഷയുണ്ട്, അതാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഭാഷ എന്താണെന്ന്, പക്ഷെ ആ ഭാഷ എങ്ങനെ ഉപയോഗിക്കണം നമുക്കറിയത്തില്ല. അപ്പൊ ആ ഭാഷ അറിയുക, അറിഞ്ഞിട്ട് ആ ഭാഷ ഉപയോഗിക്കുക, അത്രേ കാര്യമുള്ളൂ, സിമ്പിളാണ്. അവിടെയാണ് പ്രശ്നങ്ങൾ കിടക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ. മനസ്സുണ്ട്, ഞാൻ ശരിക്കും എഴുതി വെച്ചിരിക്കുന്നു, നോക്കട്ടെ. മനസ്സിന്റെ ഭാഷ അറിഞ്ഞ് ജീവിക്കുക, അതാണ് ഞാൻ ഇട്ടിരുന്ന ടോപ്പിക്ക്, അറിയുക. അപ്പൊ മനസ്സിന്റെ ഭാഷ അറിഞ്ഞ് ജീവിക്കുക. ആരറിയണം എന്നുള്ളതാണ്. ഞാൻ അറിയണം. ഞാൻ എന്താണ് അറിയേണ്ടത്? എൻ്റെ മനസ്സിന്റെ ഭാഷ അറിയണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എൻ്റെ മനസ്സിന്റെ ഭാഷ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്, എല്ലാവരുടെയും ഭാഷ മനസ്സിലാകും. കാരണം എല്ലാവരുടെയും മനസ്സൊന്നാണ്, ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങളിരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സാണ് എല്ലാവരുടെയും മനസ്സ്, ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ പലപ്പോഴും പറയും, അതെങ്ങനെ ശരിയാകുന്നത്, എൻ്റെ മനസ്സ് പോലെ അല്ലല്ലോ അയാളുടെ മനസ്സിരിക്കുന്നത്. അങ്ങനെയാണ് പിന്നെ അയാൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടെ നിൽക്കും. ശരിക്കും പറയുകയാണെങ്കിൽ അവര് ചിന്തിക്കുന്ന മുഴുവൻ നമുക്കറിയാം. അതാണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് മനസ്സ്? മനസ്സിനെ പറ്റി നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. കൊച്ചു കുട്ടികളോട് വരെ ചോദിച്ചാൽ അറിയാം. മനസ്സെന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റയടിക്ക് പറയാം, ചിന്തകളും വികാരങ്ങളും. ഇത്രേ ഉള്ളൂ. കുറെ ചിന്തകൾ, കുറെ വികാരങ്ങൾ. പക്ഷേ ഈ ഇരിക്കുന്ന എത്ര പേർക്കറിയാം ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ചിന്ത എന്ന് പറഞ്ഞാൽ ചിന്ത, അത്രേ ഉള്ളൂ. ആരോട് ചോദിച്ചാലും ഞാൻ ചിന്തിച്ചിരിക്കായിരുന്നു, ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് അത് തോന്നി, ഇത് തോന്നി എന്നൊക്കെ പറയും. ചിന്ത എന്താണെന്ന് കൃത്യമായിട്ടൊക്കെ ആർക്കും അറിയത്തില്ല. ചിന്ത എന്ന് പറയുന്നതാണ് ഭാഷ. സിമ്പിൾ അല്ലേ? ഞാനിപ്പോ ഈ ഉപയോഗിക്കുന്ന ഭാഷ നിങ്ങൾ ചെവി കൊണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നില്ല. ഞാനിപ്പോ ഇങ്ങനെ വെറുതെ കണ്ണുടച്ചിരിക്കുകയാണെങ്കിൽ മനസ്സിലൊരു ഭാഷ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ കേട്ട് കേൾക്കത്തില്ല. ഞാൻ മനസ്സിൽ പറഞ്ഞ വെച്ചോ, ഞാനിങ്ങനെ നാക്കൊണ്ട് മിണ്ടായിരുന്ന നിങ്ങളെന്ത് വിചാരിക്കും എന്നുള്ള ഭാഷയാണ് മനസ്സിൽ നടന്നത്. നമ്മൾ ക്ലോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഈ മനസ്സിൽ കൂടെ പോകുന്ന ഭാഷ നമുക്ക് മനസ്സിലാകും. അതിനാണ് ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ശരീരത്തിന്റെ ഭാഷയിൽ കൂടെ കൃത്യമായിട്ട് പറയണമെങ്കിൽ, കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു 1.5-2 വയസ്സാകുന്നവരെയും കുട്ടികളുടെ ബോഡി ലാംഗ്വേജ് അല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്.
ഒന്നും സംസാരിക്കുന്നില്ല, ആകെ കരച്ചിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അതിപ്പോൾ ആര് കരഞ്ഞാലും ഒരുപോലെയാണ്. കരച്ചിലിന് മാത്രം അമേരിക്കക്കാരൻ കരഞ്ഞാലും കേരളക്കാരൻ കരഞ്ഞാലും ആര് കരഞ്ഞാലും ഒരേ രീതിയിലാണ് കരയുന്നത്, ഇല്ലേ? ഒരു വ്യത്യാസവും ഇല്ല. അതുപോലെ ചിരിക്കുന്നത്, ഈ രണ്ടെണ്ണേ ഉള്ളൂ മനുഷ്യന്റെ പ്രധാനപ്പെട്ട രണ്ടെണ്ണം. ഒന്ന് കരയുന്നു, അതല്ലേ ചില പാട്ടൊക്കെ ഉണ്ടല്ലോ, കരയാനോ അല്ലെങ്കിൽ ചിരിക്കാനോ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജനിച്ചതെന്ന് പറഞ്ഞിട്ടൊരു പാട്ടില്ലേ? അപ്പൊ ഈ രണ്ടെണ്ണേ ഉള്ളൂ, അതിന് ഭാഷയില്ല. അതെല്ലാവരുടെയും ഭാഷ സെയിം ആണ് താൻ. അപ്പോൾ മനസ്സിൽ കരയുന്നുമുണ്ട്, ചിരിക്കുന്നുമുണ്ട്. ഇത് രണ്ടും വികാരത്തിന്റെ എക്സ്റ്റേണൽ എക്സ്പ്രഷനാണ്. ആദ്യം ചിന്തകള് വികാരങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ വികാരത്തിന്റെ പുറത്തേക്കുള്ള എക്സ്പ്രഷനാണ് ചിരി അല്ലെങ്കിൽ കരച്ചിൽ എന്ന് പറയുന്നത്. പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിരിയില്ല, കരച്ചിലും ഇല്ല. മുഖത്തെ ആ ഭാവം കണ്ടാൽ മതി, ഇല്ലേ? ദേഷ്യമുള്ള ആളിനെ നമുക്ക് കണ്ടാൽ ഒറ്റയടിക്ക് മനസ്സിലാവില്ല. ദേഷ്യമുള്ള മൃഗങ്ങളെ വരെ കണ്ടാൽ നമുക്കറിയാം. മത്സ്യത്തിനെ കണ്ടാൽ നമുക്കറിയാമെന്ന് അറിയത്തില്ല, അത്ര നമുക്ക് അറിഞ്ഞില്ല. പക്ഷെ മൃഗങ്ങൾക്കൊക്കെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ, പട്ടിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ മുഖത്തുള്ള ആ എക്സ്പ്രഷൻ അറിയാം. പൂച്ച, ആ, ഈ പക്ഷികളെ ഒന്നും നമുക്ക് അത്ര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ സാധിക്കില്ല. അതും ഒരുപക്ഷെ പറ്റുമായിരിക്കും. കാക്കയൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ടു അല്ലെ പേടിച്ച് കഴിഞ്ഞ് കാക്ക ഇരിക്കുന്ന കാണുമ്പോഴേ നമുക്ക് അറിയാൻ പാടില്ലേ, ഒരു ആങ്സൈറ്റിയിലായിരുന്നേരം ഇങ്ങനെ ആ തല കൊണ്ടുള്ള ആ മൂവ്മെന്റ് ഒക്കെ കാണുമ്പോഴേ അറിയാം. വളരെ വിജിലന്റ് ആണ്. അതുപോലെ തന്നെ പാമ്പ് പത്തി ഇങ്ങനെ ഉയർത്തിയിട്ട് ഇങ്ങനെ വളരെ, പാമ്പിനാണ് ഏറ്റവും കൂടുതൽ വിജിലൻസ് ഉള്ളതെന്ന് പറയുന്നത്. അവര് ഭയങ്കര ശ്രദ്ധയാണ്. എന്തെങ്കിലും ഒരു ശബ്ദം, അപ്പൊ പ്രാവൊക്കെ ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ശകല ശബ്ദം കേട്ടാൽ അന്നേരം അവരുടെ തല വെട്ടിക്ക് നമുക്ക് കാണാൻ പറ്റും. നമ്മളെക്കാൾ കൂടുതൽ അവർ വിചാരങ്ങളൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ വിചാരങ്ങള് മൃഗങ്ങളായാലും പക്ഷികളായാലും മനുഷ്യരാണേലും നമുക്ക് അറിയാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ അറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ വിചാരങ്ങൾ. അതാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. മറ്റുള്ളവരുടെ നമുക്കിതാണ് നോക്കിയാൽ മതി, അവരുടെ മുഖത്തിന്റെ എക്സ്പ്രഷൻ, ബോഡിയുടെ ലാംഗ്വേജ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പിടി കിട്ടും. നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം കിട്ടും. ഒരാള് സങ്കടത്തിലിരിക്കുന്നത് നമ്മൾ പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ, എന്നിട്ട് സങ്കടമാണെന്ന് ചോദിക്കണ്ടേ? ആ വളഞ്ഞുകൂടിയുള്ള ഇരിപ്പ് കാണുമ്പോഴേ അറിയാം സങ്കടത്തിലിരിക്കുകയാണ്. ഇനി പേടിച്ചിരിക്കുന്നതാണെങ്കിൽ നിൽക്കുന്ന പേടിച്ചോ ആയിക്കോട്ടെ, അതും ചോദിക്കേണ്ട ആവശ്യമില്ല. സന്തോഷമായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ആവശ്യം. അപ്പൊ ഏതൊരു വികാരവും വാക്ക് ഉപയോഗിച്ച് പറയാതെ കൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും എന്ന്. മാക്സിമം ചോദിച്ചു കഴിഞ്ഞാൽ പറയുമ്പോൾ എനിക്ക് സങ്കടമാണ്, പേടിയാണെന്ന് പറയും. പക്ഷെ പേടിയാണെന്ന് പറഞ്ഞാലും നമുക്ക് ആ പേടി, പലതരത്തിലുള്ള പേടിയുണ്ടല്ലോ. വെറും പേടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും ഒരു പിടിയും കിട്ടില്ല. അപ്പം എന്തിനെ പറ്റിയാണ് പേടി എന്നുള്ളത് അറിയണം. അതാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. പാമ്പിനെ പറ്റി പേടിയാണെങ്കിൽ അതിനൊരു പ്രത്യേകതരം ലാംഗ്വേജ് ഉണ്ട്. ഇനി രാത്രിയായി കഴിഞ്ഞാൽ അതിന് വേറൊരു ലാംഗ്വേജ് ഉണ്ട്. ഇടി വെട്ടുമ്പോൾ അതിന് വേറൊരു ലാംഗ്വേജ് ഉണ്ട്. എന്നതായാലും ഫൈനലി അവൻ പറയുന്നത്, ഈ പേടിയുടെ അന്ത്യം എന്ന് പറയുന്നത് മരണം. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പറയുന്നത് എന്താണ്? പാമ്പ് കടിക്കും, കടിച്ചു കഴിഞ്ഞാൽ അവസാനം കൂടി മരിക്കും. അപ്പം മരണത്തെ ജീവിച്ചു കഴിഞ്ഞാൽ, മരണത്തിനോടുള്ള പേടി മാറിക്കഴിഞ്ഞാൽ നമ്മൾ കാമായി. എന്ത് കാരണവശാലും ഞാൻ മരിക്കാമെന്നറിയാമെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. മരണത്തിന്റെ താക്കോൽ നമ്മുടെ കയ്യിലായിരിക്കുന്നെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ശരീരമായിട്ട് ഇച്ചിരി വേദന എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. വേദന എന്ന് പറയുന്ന ഒരു ഭാഷയാണ്, ശരീരത്തിന്റെ ഒരു ഭാഷയാണ്. നമ്മളിവിടെ ക്ലാസ്സിലെ വേദനയൊക്കെ എടുത്ത് കളയാറുണ്ട്. ഒരു ബുദ്ധിമുട്ടുമില്ല. വേദന എന്ത് വേദനയാന്ന് പറഞ്ഞാൽ ഈ ക്ലാസ് വെച്ച് തന്നെയാണ് നിങ്ങളിപ്പോൾ ഒരു വേദന പറയുകയാണെങ്കിൽ വേദന എടുത്ത് മാറ്റി, അത് ഒരു ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിന്തകൾ എന്ന് പറഞ്ഞത് നമുക്ക് വികാരം വന്നു കഴിയുമ്പോൾ വികാരത്തിന്റെ പിന്നിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജാണ് ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചിന്ത? പാമ്പ് കടിക്കുവോ, ഞാൻ മരിച്ചു പോകുമോ? ഇതാണ് ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ഭാഷയാണ്. അപ്പോൾ ചിന്ത എന്ന് പറയുന്നത് സിമ്പിളാണ്, അകത്ത് നമ്മളോട് തന്നെ പറയുന്ന ഭാഷയാണ്.
അപ്പൊ ആ ഭാഷ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ വികാരത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പലപ്പോഴും നമുക്ക് ഭാഷ അറിയത്തില്ല. പേടി വന്നു, ഭാഷ എന്തൊക്കെയാ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ഇതിനാണ് അവയർനെസ് എന്ന് പറയുന്നത്. നമ്മളൊരു അവയർനെസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഉള്ളിൽ നടക്കുന്ന ഭാഷ എന്താണ് നമുക്ക് മനസ്സിലാകും. ഭാഷ മനസ്സിലായി കഴിഞ്ഞാൽ ആ ഭാഷ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് വെച്ചു, ഇല്ലേ? നമ്മളൊരു നാൽക്കവലെ നിന്നിട്ട് എന്താണ് ഭാഷ? ഈ വഴി എങ്ങോട്ടാ പോകുന്നു? എനിക്ക് വീട്ടിലോട്ടാ പോകണ്ട, ഞാൻ മറന്നുപോയി, വഴി ഒരു പിടിയും കിട്ടുന്നില്ല, ഇത് ഏത് വഴിയാണ് വീട്ടിലോട്ട് പോകുന്നത്? അതാണ് നമ്മുടെ ഭാഷ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും, എനിക്ക് ഇന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്, അത് ഏത് വഴിയെ തിരഞ്ഞെടുക്കട്ടെ എന്ന് ചോദിക്കും, ഇല്ലേ? നമുക്ക് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വഴി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ഭാഷ ഉപയോഗിക്കും, ഏത് വഴിയാണ് ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ മനസ്സിൽ എപ്പോഴും ഭാഷയാണ് വരുന്നത്. പരീക്ഷയ്ക്ക് ഞാൻ എഴുതി ഉടനെ ഭാഷയാണ് മനസ്സിൽ, ജയിക്കുമോ, എഴുതിയൊക്കെ ശരിയായിരിക്കുമോ, നോക്കുന്നയാള് എങ്ങനെയുള്ള ആളായിരിക്കും, അയാൾ നല്ല മൂഡിലാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് മാർക്ക് കിട്ടുമായിരിക്കുമല്ലോ. ഇത് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഇപ്പൊ പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മുതൽ മനസ്സ് ചോദിച്ചോണ്ടിരിക്കുക, പരീക്ഷയ്ക്ക് ജയിക്കുവോ, ജയിക്കുവോ? ആരോടാ ചോദിക്കുന്നത്? ഞാൻ എന്നോട് തന്നെ ചോദിക്കും. അപ്പൊ ഞാൻ തന്നെ അതിന് ഉത്തരം കൊടുക്കണം. എന്ത് ഉത്തരം കൊടുക്കണം? ഏത് ഉത്തരം കൊടുത്താലാണോ ഈ ചോദ്യം തീരുന്നത്, ആ ഉത്തരം കൊടുക്കണം. ജയിക്കും എന്നാണ് നിങ്ങൾ കൊടുക്കുന്ന ഉത്തരം. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചോദിക്കും, അല്ല ശരിക്കും ജയിക്കും? അതിന്റെ ഉത്തരം എന്നാ കൊടുക്കും? അപ്പൊ ജയിക്കും എന്നുള്ള ഉത്തരം ശരിയല്ല, ആ കമ്മ്യൂണിക്കേഷൻ ശരിയല്ല. എന്ത് പറഞ്ഞാലും മനസ്സ് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും, ശരിക്കും ജയിക്കുമോ, അതെയോ തോക്കുമോ? അവസാനം നമ്മൾ ഉള്ള കാര്യം പറഞ്ഞ കാര്യം കഴിഞ്ഞു, എനിക്കറിയത്തില്ല. പിന്നെ എങ്ങനെയാ മനസ്സ് ചോദിക്കുന്നത്? നമ്മൾ ബ്ലോക്ക് ചെയ്തു. പിന്നെ ഒന്നും ചോദിക്കാൻ പറ്റിയല്ല. വീണ്ടും ചോദിക്കും, ഞാൻ ജയിക്കും. അല്ല, പറഞ്ഞില്ലേ എനിക്ക് അറിഞ്ഞുകൂടാന്ന്. നിങ്ങൾ നാൽക്കാല നിന്നുകൊണ്ട് അതിലെ വന്നൊരു ചേട്ടനോട് ചോദിച്ചു, പാലാക്ക് പോകുന്ന വഴി ഏതാ? എനിക്കറിയത്തില്ല. പിന്നെ നിങ്ങൾ അയാളോട് ചോദിച്ചിട്ടില്ല കാര്യിക്കുന്നത്. അയാൾ ചോദിക്കും, തനിക്കെന്നാ വട്ടുണ്ട്, എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞില്ലേ, തീർന്നില്ല. ഇത്രയേ ഉള്ളൂ. കൃത്യമായ ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഭാഷ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഭാഷ? അത് മനസ്സിലാക്കിയിട്ട് അതാണ് ചിന്ത. അപ്പൊ ഉള്ളിൽ കിടക്കുന്ന ചിന്ത എന്താണെന്ന് മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഭാഷ മനസ്സിലാക്കാം. അപ്പൊ അപ്പൊ ഭാഷ നമുക്ക് മനസ്സിലായി. എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. വികാരങ്ങൾക്ക് അനുസരിച്ചുള്ള സംസാരമാണ്. എന്തൊക്കെ വികാരങ്ങളാണ് വരുന്നത്? ദേഷ്യം, സങ്കടം, പേടി, വെറുപ്പ്, അസൂയ, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ചുള്ള ഒരു ഭാഷയും വരും. അപ്പൊ ആ വികാരം പോണമെന്നുണ്ടെങ്കിൽ ഭാഷയ്ക്കനുസരിച്ചുള്ള ഉത്തരം കൊടുക്കണം. അസൂയ എന്ന് പറഞ്ഞാൽ എന്താണ്? വേറെ ആളെ കണ്ടു കഴിയുമ്പോൾ അവൻ അങ്ങനെ ഷൈൻ ചെയ്ത് നടക്കണം, അവനെ പോലെ എന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അവനെ പോലെ നല്ല ഹാൻഡ് റൈറ്റിംഗ് എനിക്കില്ല, അവനെ പോലെ ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അവനെ പോലെ ഹെൽത്തി ആയിട്ട് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് അസൂയ തോന്നി. അസൂയ തോന്നി എന്ന് പറഞ്ഞാൽ ഒരു ലാംഗ്വേജ് ഉള്ളിൽ നടക്കും. ഓ, കണ്ടില്ലേ അവൻ എന്ത് വലിയ സുന്ദരൻ, അല്ല സുന്ദരിയാണ്, അവൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ വ്യക്തിയെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആ വ്യക്തിയെ പറ്റിയോ ആ പ്രസ്ഥാനത്തെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഓ, ഇത് വലിയ ആനക്കാര്യം വലിയാണ്, ഞാനും മോഡി വലിയ കേമമുള്ള ആളാണ്, പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞിരിക്കുക, എന്താ ചെയ്യുന്നത്? എനിക്കും ചെയ്യാൻ പറ്റൂട്ടോ, എന്നെ ഒന്നാക്കി ചെയ്യാൻ കാണിക്കാമല്ലോ, നാളെ മുതൽ നിനക്ക് നന്നായിട്ട് ഞാൻ വരികയല്ലോ. ഓ, ഈ ചിന്തകളൊക്കെ അസൂയാണ്. അപ്പൊ തിരിച്ചങ്ങോട്ട് പറയണം, അല്ല നീ നാളെ പ്രധാനമന്ത്രി ആകുകയാണെങ്കിൽ നീ ഇതുപോലെയൊക്കെ ചെയ്യുമോ? ശരിക്കും ചെയ്യുമോ? നിനക്കിത് ചെയ്യാൻ പറ്റുമോ, അത് ചെയ്യാൻ പറ്റുമോ, ഇത് ചെയ്യാൻ പറ്റുമോ? എന്നാ നീ മനസ്സിലെന്ന് വിചാരിച്ച് പ്രധാനമന്ത്രിയായിട്ട്
ട്രംപ് ഇവിടെ വന്നു കഴിയുമ്പോൾ പുള്ളിയായിട്ട് സംസാരിക്കുന്ന എങ്ങനെയാന്ന് ഈ ഒരു സാമ്പിൾ ഒരു സംസാരം നടത്തിക്കേ. അപ്പൊ പോയി. അപ്പൊ ഇങ്ങനെ കുറെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ പറയും, നമ്മൾ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല, അയാൾക്ക് കഴിവുണ്ട്, അതുകൊണ്ട് അയാൾ പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നു. അപ്പൊ ഏത് വികാരമാണേലും അതിനുള്ള സൊല്യൂഷൻ എന്താണ്? ഉള്ളിലുള്ള ഭാഷയെ ഡീൽ ചെയ്യാൻ. ഭാഷയെ ഡീല് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ചോദിക്കാനൊന്നുമില്ല. പേടി വന്നപ്പോഴും ആങ്സൈറ്റി വന്നപ്പോഴും സങ്കടം വന്നപ്പോഴും നമ്മൾ മനസ്സ് അതിൻ്റെ ഉത്തരം കൊടുത്ത ഭാഷ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മനസ്സ് ശാന്തം. അതിൻ്റെ പേരാണ് സന്തോഷം എന്ന് പറയുന്നത്. ശാന്തത. ഒന്നുമില്ല, മനസ്സിൽ ചോദിക്കാനൊന്നുമില്ല. നമ്മൾ കാണുന്നതെല്ലാം അതങ്ങനെയാണ്, ഇല്ലേ? അടുത്തുള്ള അയൽവക്കക്കാരന് ലോട്ടറി അടിച്ചു, അയാൾക്ക് അടിച്ചു, ഒന്നും പറയാനില്ല. ഇല്ലെങ്കിൽ പറയും, അയാൾക്ക് അടിച്ചു, നാളെ ഞാനും അടിക്കും, കാണിച്ചു കൊടുക്കാം, അന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം, അയാളൊക്കെ കൂടിയ രീതിയിൽ ഞാൻ വലിയ കാറൊക്കെ മേടിക്കും. ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടാ അയാൾക്ക് അടിച്ചല്ലോ, ഇനിയിപ്പോൾ അടുത്ത ലോട്ടറി എത്ര നാൾ കഴിഞ്ഞിട്ടാ, അന്നേരം നീയും മേടിച്ചോ, അടിച്ചു കഴിഞ്ഞാൽ നീ പ്രവർത്തിച്ചോ, പിന്നെ ചോദിക്കാനും പറയാനും ഒന്നുമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉള്ളിൽ വരുന്ന ലാംഗ്വേജിനെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. അപ്പൊ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധാപൂർവം നമ്മൾ ഇരിക്കണം, മനസ്സിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഡീല് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഭാഷ അറിഞ്ഞ് ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡീല് ചെയ്യുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അല്ലെ പലരും ചോദിക്കും വാട്ട് ഈസ് ലൈഫ്? ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിച്ച ആ സമയം മുതൽ മരിക്കുന്നവരെ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഭാഷയെ നമ്മൾ ഡീൽ ചെയ്യുന്ന ആ ഒരു പണിയെ നമ്മൾ ചെയ്യുന്നുള്ളൂ. വേറെ എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഉള്ളിൽ നടക്കുന്ന ഭാഷയെ ഡീൽ ചെയ്യാണ്ട് വേറെ എന്താ നിങ്ങൾ ചെയ്യുന്നത്? ശ്വാസം വലിക്കുന്നു, ഹാർട്ട് പമ്പ് ചെയ്യുന്നു, ഇതൊന്നും നിങ്ങളല്ല ചെയ്യുന്നത്, അത് ഓട്ടോമാറ്റിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഭാഷയെ ഡീൽ ചെയ്യുന്നത്. എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ ബ്രെയിൻ പറയും, ഓക്കെ അടുക്കളയിലോട്ട് നീ നോക്കും, അവിടെ സാധനം എടുത്ത് കഴിക്കാൻ പറയും. ഇതാണ് മോട്ടോർ സ്കിൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഭാഷയ്ക്കനുസരിച്ചാണ് ബ്രെയിൻ പ്രവർത്തിക്കുന്നത്. ഭാഷ ആദ്യം നമ്മൾ കറക്റ്റാക്കി എടുക്കണം. ഭാഷ കറക്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ബ്രെയിൻ പ്രവർത്തിച്ചു. ബ്രെയിനാണ് നമ്മുടെ ശരീരത്തിനെ കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഭാഷനെ, മനസ്സിനെ ആദ്യം നമ്മൾ ശാന്തമാക്കിയില്ലെങ്കിൽ ഇതിഞ്ഞ കണ്ടതും കേട്ടതും എല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ബ്രെയിനൊന്നും വേണ്ട വിധത്തിൽ ചെയ്യാൻ സാധിക്കുക. അങ്ങനെയാണ് ആങ്സൈറ്റി വന്നു കഴിയുമ്പം, പേടി വന്നു കഴിയുമ്പം മലമൂത്ര വിസർജനമൊക്കെ നിങ്ങൾ അറിയാതെ ചെയ്യുന്നു. കാരണം ബ്രെയിനിന് വേണ്ട വിധത്തിൽ ചെയ്യാൻ പറ്റുകയില്ല. നമ്മുടെ ഹാർട്ട് പമ്പിങ് കൂടി, ബ്രെയിന് ഹാർട്ട് പമ്പിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല. ബ്രീത്തിങ്, ശ്വാസോച്ഛ്വാസം അനിയന്ത്രിതമായിട്ട് പോയി, ഫാസ്റ്റ് ബ്രീത്തിങ് തുടങ്ങി, ശ്വാസം വിട്ടൽ തുടങ്ങി, ഇതെല്ലാം അങ്ങനെയാണ്. ബ്രെയിനാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യുന്നത്. അതിനെ മനസ്സ് ശാന്തമായിട്ട് ഇരിക്കണം. മനസ്സ് ശാന്തമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ബ്രെയിൻ നടത്തുള്ളൂ. അതിനാണ് മനസ്സിന്റെ ഭാഷ അറിഞ്ഞിരിക്കണം, ഭാഷയെ ഡീൽ ചെയ്തിരിക്കണം. ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സ് ശാന്തമായി, പിന്നെ ലൈഫ് ബെൻ കയറാം. ഇതിനാണ് നമ്മൾ NLP എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കുന്നത്. NLP എന്ന് പറഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ആ NLP എന്ന് പറഞ്ഞ സാധനത്തിന് വേറൊരു പേര് കൊടുത്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻ മാനുവൽ ഓഫ് ദ മൈൻഡ്. മനസ്സിന്റെ ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന സംഗതിയാണ് NLP. പ്രോഗ്രാമിംഗ് എന്നാണ് പറയുന്നത്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയാണ്. ഐ ആം പ്രോഗ്രാമിംഗ് മൈ മൈൻഡ്. എങ്ങനെ? ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഭാഷ കംപ്ലീറ്റ് ചെയ്തതിനാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭാഷ, ന്യൂറോ എന്ന് പറഞ്ഞാൽ മൈൻഡ്, പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഭാഷനെ കറക്റ്റ് ചെയ്ത് സംസാരിക്കുന്നതിനാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്.
അങ്ങനെ പ്രോഗ്രാം ചെയ്ത് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകണം. അപ്പം ജീവിതം എന്ന് പറഞ്ഞാൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, ജീവന കല, അതാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. അത് കുറച്ച് ക്ലാസ്സുകൾ കൂടി കഴിയുമ്പം ഇതാണ്, ചില ആൾക്കാർക്ക് ഒരു ക്ലാസ് കൊണ്ട് കുറച്ച് വ്യത്യാസം വന്നു, 2 ക്ലാസ് കൊണ്ട് കുറച്ചുകൂടെ വ്യത്യാസങ്ങൾ വന്നു. കുറെ ഇപ്പൊ കവിതയൊക്കെ അതാ പറഞ്ഞ കുറെ ക്ലാസ്സുകളൊക്കെ പുള്ളി കൂടിയാണ്. നമ്മുടെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം മാത്രം നമ്മൾ ഫീസ് ചാർജ് ചെയ്യും. ഇതിപ്പോ ഫ്രീ വെബിനാറല്ല, നിങ്ങളോട് എന്തെങ്കിലും ഫീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫീസ് കൊടുത്തുള്ള ക്ലാസ് നടക്കുമ്പോഴാണേലും ആദ്യം ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത നാമമാത്രമായ ഒരു 10% പോലും നമ്മൾ കൊടുക്കണ്ട. അതെന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതൊരു സീരിയസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോ ഫ്രീ ആണ്. അതുപോലെ തന്നെ അല്ലാത്ത ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് നമ്മൾ വെച്ചിരിക്കുന്ന അടുത്ത ഈ തിങ്കളാഴ്ച, പിന്നത്തെ തിങ്കളാഴ്ച 10-ാം തീയതിയോ മറ്റേ തിങ്കളാഴ്ച എന്ന് പറയുന്ന 3-ാം തീയതിയാണ്, 7 ദിവസം കഴിഞ്ഞിട്ട് 10-ാം തീയതി. അടുത്ത 10-ാം തീയതിയാണ് നമ്മൾ NLPയുടെ ഒരു ക്ലാസ് വെച്ചിരിക്കുന്നത്, ബേസിക്. അത് 5 ദിവസത്തെ ക്ലാസ്സാണ്. അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ NLPയെ പറ്റി പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വല്ലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ലാസ് വെക്കുന്നത്. അതിന് പല ലെവൽസ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാരും ലെവൽ 1, ലെവൽ 2, ലെവൽ 3 നടന്നിട്ടില്ല, നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇതൊക്കെ നടക്കും. പിന്നെ നമ്മൾ പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ ശരിക്കുള്ള പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് നമുക്ക് ഈ ശാന്തതയുടെ ഒരു ലെവലും കൂടെ അറിയണ്ടേ. നമുക്ക് എന്താണ് മനസ്സിന്റെ ശാന്തത എന്ന് അറിഞ്ഞിരിക്കുന്നതല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ കുളത്തിലെ വെള്ളം കിടന്ന്, തടാകത്തിലെ വെള്ളം കിടന്ന് ഇങ്ങനെ അടിക്കുന്ന പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും ഫുൾ ടൈം. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ശരിക്കുള്ള ഭാഷ എന്നാന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഭാഷകൾ ഇങ്ങനെ പിടിപെടാന്ന് മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് ഒരു അവയർനെസ്സിൽ എത്തണം എന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സ് ശാന്തമാണ്. എങ്കിൽ ഏതാണ്ട് ഒരു ശാന്തത വന്നെങ്കിൽ മാത്രമേ ഇതൊക്കെ ആയിരുന്നല്ലോ എൻ്റെ മനസ്സിൽ കിടന്നത് മനസ്സിലാകും. അതിനുള്ളൊരു സൂത്രം ഇപ്പം ചെയ്തു തരാം. നിങ്ങളിപ്പം താല്പര്യമുള്ളവരൊക്കെ ഇടയ്ക്ക് ഏറ്റു പോകരുത്. അതിന് താല്പര്യമുള്ള ഒരു 5-10 മിനിറ്റ്, 5 മിനിറ്റ് അല്ലെ 6 മിനിറ്റുള്ളിൽ എടുക്കുകയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഓപ്പൺ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. എപ്പോൾ ഓപ്പൺ ചെയ്താലും കുഴപ്പമില്ല. ബാക്ക് റെസ്റ്റ് ഉള്ള കസേര ആയിരിക്കണം. അല്ലെങ്കിൽ ചില പുറകോട്ട് ചിലപ്പോൾ നിങ്ങൾ അറിയാതെ മറിഞ്ഞു പോയത്. അപ്പോൾ എല്ലാവരും കണ്ണടയ്ക്കണം. ബാക്ക് റെസ്റ്റ് ഉള്ള കസേരയിൽ ഇരുന്നിട്ട് ചാരിയിരിക്കണം. ബാക്ക് റെസ്റ്റ് ഇല്ലെങ്കിൽ വെറുതെ കേട്ടോണ്ടിരുന്നാൽ മതി. ഇതിനകത്ത്